ക്രിസ്തുമസ് സമാഗതമായിട്ടും സംസ്ഥാനത്ത് മാവേലി സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങളുടെ ക്ഷാമം തുടരുന്നു. നവകേരള യാത്രയിലെ മുഖ്യമന്ത്രിയുടെ ഉറപ്പും പാഴായി. സാധനങ്ങളില്ലാത്തതിനാൽ സർക്കാർ നിർദ്ദേശിക്കുന്ന ടാർഗറ്റിലെത്താൻ കഴിയാത്തതിനാൽ താൽക്കാലിക ജീവനക്കാരുടെ ജോലിയും നഷ്ടമാവുകയാണ്. നോൺ സബ്സിഡി സാധനങ്ങളും ഇപ്പോൾ മാവേലി സ്റ്റോറുകളിൽ എത്താത്തത് ഉപഭോക്താക്കളെ ദുരിതത്തിലാക്കി കഴിഞ്ഞു. ക്രിസ്തുമസിനി 5 നാൾ മാത്രം. ആഘോഷങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കുന്ന മാവേലി സ്റ്റോറിൽ 5 ഐറ്റങ്ങൾ മാത്രമാണുള്ളത്. വെളിച്ചെണ്ണ, ചെറുപയർ, കടല, മല്ലി, കുത്തരി എന്നിവയാണ് മാവേലി സ്റ്റോറുകളിലുള്ള സബ്സിഡി സാധനങ്ങൾ. ഇവ ദിവസങ്ങൾക്കുള്ളിൽ തീരും. സബ്സിഡി സാധനങ്ങൾക്ക് പിന്നാലെ നോൺ സബ്സിഡി സാധനങ്ങളും ഇല്ലാതായി. സബ്സിഡി സാധനങ്ങൾ വരാത്തതിനാൽ നോൺ സബ്സിഡി സാധനങ്ങളും എത്താതായി. പൊതുവിപണിയേക്കാൾ 3 മുതൽ 5 രൂപ വരെ കുറവുണ്ടായിരുന്ന നോൺ സബ്സിഡി സാധനങ്ങളും എത്താതായതോടെ ഉപഭോക്താക്കൾ വലയുകയാണ്. സപ്ലൈകോയിൽ ഇപ്പോൾ അത്യാവശ്യ സാധനങ്ങളൊന്നുമില്ല. ആകെ മൊത്തം 4 സാധനങ്ങളേ ഇവിടെയുള്ളൂ. മുളകില്ല, പരിപ്പില്ല, പയറില്ല. അത്യാവശ്യം വീട്ടുകാർക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. പിന്നെ ഇവരെ ഈ സപ്ലൈകോയിൽ ആശ്രയിച്ച് കഴിക്കുന്നവരെ ഇനി എന്ത് ചെയ്യുന്ന ഒരു ആശങ്കയിലാണ്. അപ്പോൾ എത്രയും വേഗം സാധനങ്ങളെല്ലാം ഇറക്കുക, എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. വണ്ടിപ്പെരിയാറ്റിൽ നവകേരള യാത്രയ്ക്കെത്തിയ മുഖ്യമന്ത്രി തന്നെ 3 ദിവസത്തിനകം സബ്സിഡി സാധനങ്ങൾ എത്തുമെന്ന് അറിയിച്ചിരുന്നു. 9 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സാധനം പോലും എത്തിയില്ല. ഇതോടെ ഇപ്രാവശ്യത്തെ മലയാളിയുടെ ക്രിസ്തുമസ് ആഘോഷം കൈപ്പേറിയതായി മാറും. കച്ചവടം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ജോലിക്കാർ തന്നെ ജോലിയില്ലാതെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. മുഖ്യമന്ത്രിയുടെ നവോത്ഥാന പരിപാടിയിലെല്ലാം പറയുന്നുണ്ട്, എല്ലാ സാധനങ്ങളും എല്ലാ മാവേലി സ്റ്റോറുകളിലും ഒക്കെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുമെന്നും ഈ ക്രിസ്മസ് വരുമ്പോഴേക്കുമൊക്കെ എല്ലാ സപ്ലൈകോയിലും സാധനങ്ങൾ എത്തുന്നു. എന്നാൽ ഇതുവരെയും അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാവണം. ഓരോ മാവേലി സ്റ്റോറിനും സർക്കാർ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിട്ടുണ്ട്. ഇതിന്റെ ആനുപാതത്തിലാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി മാവേലി സ്റ്റോറുകളിൽ ടാർഗറ്റ് എത്താറില്ല. അതിനാൽ ജീവനക്കാരുടെ ജോലിയും നഷ്ടപ്പെട്ടു തുടങ്ങി. കഴിഞ്ഞ മാസത്തെ ടാർഗറ്റിന്റെ പകുതി പോലും ഇതുവരെ ഒരു മാവേലി സ്റ്റോറിലും എത്തിയിട്ടില്ല. അതിനാൽ ഈ മാസവും കൂടുതൽ ജീവനക്കാരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചന. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.